ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ഡൽഹി ആമയുടെ മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ക്ഷമ ചോദിക്കുകയാണ്, കാരണം ചെറിയ ജലദോഷവും പനിയൊക്കെ കാരണം എനിക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ച് വർക്ക് കൂടിയ പരിപാടി കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിക്ക് വീഡിയോ ചെയ്യുന്നത്. ഒന്ന് ക്ഷമിക്കണം. നമ്മുടെ മത്സരത്തെ പറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ മത്സരം നടക്കുന്നത് മറ്റെവിടെയല്ല, നമ്മുടെ ചിദംബരം സ്റ്റേഡിയത്തിലാണ്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. മസ്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മാച്ച് നമ്പർ 16 ആണല്ലോ, ഇതെന്താ 11, ഒരു മിസ്റ്റേക്കാണ്. മാച്ച് നമ്പർ 16 മത്സരം നടക്കുന്നത് മറ്റെവിടെയല്ല, നമ്മുടെ ചിദംബരം സ്റ്റേഡിയത്തിലാണ്. ഏപ്രിൽ 5 തീയതി കൃത്യം 3:30 ഇന്നത്തെ ദിവസം 2 മത്സരങ്ങളാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മത്സരത്തെ പറ്റി നമ്മൾ പറയുന്നത്, അടുത്ത മത്സരത്തിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങളെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ആ വീഡിയോയും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഓവറോൾ ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഒരു ഈക്വലൈസ് ആയിട്ടുള്ള ഒരു പിച്ചാണ്. പിന്നെ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു പിച്ചിനെ പറ്റി പറഞ്ഞുതരാം. കാരണം ഈ ഒരു ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇന്നിങ്സിൽ സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ്. എസ്പെഷ്യലി നാളെ എന്തായാലും ചെന്നൈയിൽ മറ്റേ നൂർ അഹമ്മദൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി എടുത്ത് ടീമിലോട്ട് ഇടുക. ദെൻ ഞാൻ പറഞ്ഞില്ലേ, ഫേബേഴ്സസ് ചില സമയത്തിൽ സെക്കൻഡ് ഇന്നിങ്സിൽ സ്പിന്നേഴ്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ബാറ്റിംഗ് ആൻഡ് സ്കിൽഫുൾ ബൗളിങ്ങും ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു വിന്നിങ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് 164 റൺസാണ് ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തിട്ട് 50 ടീമും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്തിട്ട് 37 ടീമുമാണ് കേട്ടോ ഇവിടെ വിൻ ചെയ്തിട്ടുള്ളത്. വെതർ റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ചെന്നൈയിലാട്ടോ ഗ്രൗണ്ട്. ദെൻ ടോട്ടൽ മാച്ചസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ 141 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ 67 സെക്കൻഡ് ബാറ്റിങ്ങും 73 ഫസ്റ്റ് ബാറ്റിങ്ങുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ആവറേജ് സ്കോർ 150 എബോവ് തന്നെയാണ് നമുക്ക്. അപ്പോൾ തന്നെ സ്കോറിംഗ് പാറ്റേൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് 150 റൺസിന് മുകളിൽ 54 മത്സരങ്ങളും 160-170 റൺസ് വരെ ഏകദേശം 42 മത്സരങ്ങളും 170 to 190 23 മത്സരങ്ങളാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ 190 മുകളിൽ ആകെ 24 മത്സരങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. ബോളിംഗ് പെർഫോമൻസ് നോക്കുമ്പോൾ 142 മത്സരങ്ങളിൽ കൂടെ 388 വിക്കറ്റ് സ്പിന്നേഴ്സും 232 സ്പിന്നേഴ്സിനും അതുപോലെ തന്നെ 388 വിക്കറ്റ് പേസ് ബോളേഴ്സിനുമാണ് കിട്ടിയിരിക്കുന്നത്. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് CSKയും അതുപോലെ തന്നെ ഡൽഹിയും തമ്മിൽ ഇതുവരെ 30 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 19 പ്രാവശ്യം CSK തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത്, ഒരെണ്ണമാണ് DC വിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇനി കളിക്കാൻ പോകുന്ന 12 പ്ലേയേഴ്സ് ഇരു ടീമുകളിൽ ആരൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഗെയ്ക്വാഡാണ്, ക്യാപ്റ്റൻസിയാണ്. അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്ര, ഡിബോൺ കോൺവേ, വിജയ് ശങ്കർ അല്ലെങ്കിൽ രാഹുൽ ത്രിപാഠി, ഈ 2 പേരിൽ ഒരാളായിരിക്കും. അതുപോലെ തന്നെ ശിവാൻ ദുബെ, സാം കറൻ അല്ലെങ്കിൽ മുകേഷ് ചൗധരി, ഈ 2 പേരിൽ ഒരാളായിരിക്കും. രവീന്ദ്ര ജഡേജ, അതുപോലെ തന്നെ രവിചന്ദ്ര അശ്വിൻ, ദെൻ നമ്മുടെ നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, മദീഷ പതിരാന, ഇവരൊക്കെ ആയിരിക്കും കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വിജയ് ശങ്കറോ കമലേഷ് നാഗർകോട്ടിയോ ജെയ്മി ഓവർട്ടണൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഡൽഹിയിൽ നോക്കുന്ന സമയത്ത് ഫാഫ് ഡുപ്ലിസി, അതുപോലെ തന്നെ ഫ്രൻസർ, അതുപോലെ നമ്മുടെ ജെയ്ക്ക് ഫ്രൻസർ, അഭിഷേക് പോരൽ, KL രാഹുൽ, ട്രിസ്റ്റൻ സബ്സ്, അതുപോലെ തന്നെ നമ്മുടെ അസ്തർ പട്ടേൽ, അതുപോലെ തന്നെ നമ്മുടെ A ശർമ്മ, അതുപോലെ വിപ്രാജ് നിഗം, മിച്ചൽ സ്റ്റാർക്ക്, കുൽദീപ് യാദവ്, മോഹിത് ശർമ്മ, മുകേഷ് കുമാർ, ഇത്രയും പേരാണ് നമ്മുടെ DCയിലും കളിക്കാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സ്. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് സമീർ റിസ്വി അല്ലെങ്കിൽ കരുൺ നായർ, ദർശൻ നീൽക്കണ്ഠെ, അങ്ങനെ ആരെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. ദെൻ നമുക്ക് എന്തായാലും മെയിൻ പ്രിവ്യൂലോട്ട് പോകുന്നു. അതായത് H2 സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട് പ്ലെയേഴ്സിൻ്റെ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതിന് മുന്നേ എനിക്ക് 2-3 ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങൾ ഒരിക്കലും തോക്കത്തില്ല, അതാണ് ഇതിൻ്റെ ഗുണം. കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇട്ട എമൗണ്ട് എനിക്ക് എപ്പോഴും റിട്ടേൺ കിട്ടാറുണ്ട്. എത്ര മോശം ടീമാണെങ്കിൽ കൂടെ എനിക്ക് ഇട്ട പൈസ തിരിച്ചു കിട്ടാറുണ്ട്. അതാണ് എനിക്ക് ഇവിടെ തരുന്ന ഏറ്റവും നല്ല ഗുണം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഈ ഡ്യൂ ഓപ്ഷൻ എങ്ങനെ കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ മാച്ച് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂ എന്ന് കാണാൻ പറ്റും. 5 പ്ലെയേഴ്സ് ഉണ്ടാവും. നന്നായി പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണെന്ന് ജസ്റ്റ് നമ്മളിവിടെ പിക്ക് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മിച്ചൽ മാർഷാണ് നന്നായി കളിക്കാൻ തോന്നുന്നത് വെച്ചാൽ മിച്ചൽ മാർഷുമായിട്ട് മുന്നോട്ട്. ഇപ്പോൾ 2 പേരാണ്. സൂര്യകുമാറിനെക്കാട്ടിലും നമ്മൾ പിക്ക് ചെയ്ത മിച്ചൽ മാർഷ കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയുള്ള സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി തന്നെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. ഇത് 6 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരൊക്കെ 2 ഇതായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിക്കോളസ് പോർണിയും അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് ഒരാളെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുവന്നിടാം. അത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിക്ക് ചെയ്ത ആൾ നല്ല പോയിന്റ്സ് എടുത്ത് തന്നെ നിങ്ങൾ വിന്നാവും. ഇത്രയുള്ളൂ. അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുക നല്ല കിട്ടുന്ന ഓപ്ഷനാണ് ആ ഒരു ആപ്പിലുള്ളത്. അതുപോലെ തന്നെ സ്പോർട്ട്സി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതിലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഞാൻ ഇതിലും ആ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങോട്ട് ലോസ് നന്നായിട്ട് ഫുൾ അങ്ങോട്ട് ലോസ് ഇതുവരെ വന്നിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാച്ചാണ്. എങ്ങനെ ഇട്ടാലും നമ്മൾ ഇട്ട പൈസയിൽ പകുതിയെക്കാട്ടിലും കൂടുതൽ നമുക്ക് റിട്ടേൺസ് കിട്ടുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ ആ പോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. 5 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസുള്ള ആരാണോ അവരെ പിക്ക് ചെയ്ത് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റില്ലേ. ആ ഒരു സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്കും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മുടെ സ്പോർട്ട്സി. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് 11-ലാണെങ്കിലും ഈ സെയിം ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. എന്തായാലും ഇതൊക്കെ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് കോൺടെസ്റ്റ് കളിക്കുകയാണെങ്കിൽ 1 രൂപയുടെ കോൺടെസ്റ്റ് ഒക്കെ കിട്ടുന്ന മൈ മാസ്റ്റർ 11 ഉണ്ട്. നിങ്ങൾ 47 രൂപയുടെ കോൺടെസ്റ്റൊക്കെ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ എന്തായാലും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക. നമ്മുടെ മൈ മാസ്റ്റർ 11 നമ്മൾ ലിങ്ക് വഴി കയറുന്നവരാണെങ്കിൽ സ്പോട്ടിൽ 200 രൂപ ക്യാഷ് ബോണസ് കിട്ടും. നല്ല ആപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഡെയിലി 1 lakh rupees ഗീവേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ തരുന്നുണ്ട്. സോ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മളെ ഫോക്കസ് 11 ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ 6 പ്ലെയേഴ്സൊക്കെ ആയിട്ട് ഫാൻറ്റസി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. അതായത് 6 പ്ലെയേഴ്സൊക്കെ 5-in-1 പ്ലെയേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ടീമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ കിടിലൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. സോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഡെയിലി ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കിടിലൻ ആപ്പ് കൂടെയാണ് നമ്മുടെ എക്സൽ 11 ആയാലും ശരി, വിഷൻ 11 ആയാലും ശരി, മൈ മാസ്റ്റർ 11 ആയാലും ശരി. ഡെയിലി 1 lakhും 2 lakhിനൊക്കെ വെറുതെ ഗീവ് കൊടുക്കുന്നത്. 25,000 രൂപയ്ക്ക് ഫ്രീ ഗീവ് ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ എല്ലാം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ ചെന്നൈന് കുറച്ച് സപ്പോർട്ട് ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതൽ തന്നെയായിരിക്കും. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലെയേഴ്സിൻ്റെ കീ സ്റ്റാറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ രച്ചിൻ രവീന്ദ്ര, അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് ഫോം അത്യാവശ്യം നല്ല ഫോമിലാണ്. അദ്ദേഹം 105 റൺസാണ് കേട്ടോ ലാസ്റ്റ് ഒരു മാച്ച് എടുത്തിരിക്കുന്നത്. ടോട്ടൽ ഈ ഒരു പിച്ചിൽ 6 ഇന്നിങ്സ് കളിച്ചിട്ട് 231 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 46 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡിവോൺ കോൺവേ ആണെങ്കിലും നല്ല ഫോമിലാണ്. 8 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 65 റൺസിൻ്റെ പെർ മാച്ച് ആവറേജ് ഉണ്ട്. എഗെയിൻസ്റ്റ് DC ആയിട്ടും അദ്ദേഹത്തിന് 61 റൺസിൻ്റെ ആവറേജ് സ്കോറായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗെയ്ക്വാഡ് ആണെങ്കിലും 17 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 759 റൺസ്, പെർ മാച്ച് 54 റൺസിൻ്റെ ആവറേജ് സ്കോർ ഉണ്ട്. എഗെയിൻസ്റ്റ് DC ആയിട്ടാണെങ്കിലും 8 മത്സരം കളിച്ച് 238 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 30 റൺസോളം അദ്ദേഹത്തിന് ആവറേജ് സ്കോർ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ശിവാൻ ദൂബെ ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ്. 17 ഇന്നിങ്സ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 429 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് DC ആയിട്ട് 8 ഇന്നിങ്സ് കളിച്ച് 181 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്ര ജഡേജ ആണെങ്കിലും 46 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 478 റൺസ് 34 വിക്കറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. എഗെയിൻസ്റ്റ് DC ആയിട്ട് 28 ഇന്നിങ്സ് പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ 434 റൺസും അതുപോലെ തന്നെ 21 വിക്കറ്റുമാണ് എഗെയിൻസ്റ്റ് DC ആയിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ധോണിക്കാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 61 മത്സരങ്ങൾ കളിച്ചിട്ട് 1499 1500 റൺസിൻ്റെ ആവറേജ് റൺസ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് DC ആണെങ്കിൽ 31 മത്സരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് DC ആയിട്ട് 709 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. രവിചന്ദ്ര അശ്വിൻ അദ്ദേഹമാണെങ്കിലും 44 ഇന്നിങ്സ് ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 52 റൺസ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് DC ആയിട്ടാണെങ്കിൽ 23 ഇന്നിങ്സ് കളിച്ച് 127 വിക്കറ്റ്സ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് എന്തെങ്കിലും റെക്കോർഡ്സ് തെറ്റുണ്ട്. 27 വിക്കറ്റാണ്, 127 അല്ല കേട്ടോ. അതുപോലെ തന്നെ മതീഷ പതിരാന അദ്ദേഹമാണെങ്കിലും 10 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏകദേശം 18 വിക്കറ്റ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ DC ആയിട്ട് 3 ഇന്നിങ്സ് കളിച്ച് 8 വിക്കറ്റും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ കീ പ്ലെയേഴ്സായിട്ട് നമ്മുടെ ഡൽഹിയിൽ എല്ലാവരുടെയും സ്റ്റാറ്റ്സ് ആണ് പറയുന്നത്. ഫാഫ് ഡുപ്ലിസി ആദ്യം തന്നെ 18 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 588 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് CSK ആയിട്ട് 5 ഇന്നിങ്സ് കളിച്ച് 197 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ട് കേട്ടോ. KL രാഹുൽ ആണെങ്കിലും 6 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 160 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ CSKന് അഗേൻസ്റ്റ് ആയിട്ട് 14 ഇന്നിങ്സ് കളിച്ച് 553 റൺസാണ് എടുത്തിട്ടുള്ളത്. 42 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട്. ജെയ്ക്ക് ഫ്രൻസറാണ് അദ്ദേഹം അഗേൻസ്റ്റ് CSK ആയിട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടില്ല. അതുപോലെ റീസൺ നല്ല ഫോമിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ അസ്തർ പട്ടേൽ ആണെങ്കിലും 4 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 39 റൺസും 6 വിക്കറ്റുമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ ഒരു ഗ്രൗണ്ടിൽ. അഗേൻസ്റ്റ് CSK ആയിട്ട് 17 ഇന്നിങ്സ് കളിച്ച് 153 റൺസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 11 വിക്കറ്റും എടുത്തിട്ടുണ്ട്. ട്രിസ്റ്റൻ സ്റ്റെപ്സ് ആണെങ്കിലും അഗേൻസ്റ്റ് CSK ആയിട്ട് 4 ഇന്നിങ്സ് കളിച്ച് 25 റൺസ് 1 വിക്കറ്റും എടുത്തിട്ടുണ്ട്. മിച്ചൽ സ്റ്റാർക്ക് 3 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 5 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ 6 ഇന്നിങ്സ് അഗേൻസ്റ്റ് CSK കളിച്ച് 5 വിക്കറ്റ് ഈ ഒരു പിച്ചിൽ CSK അഗേൻസ്റ്റ് എടുത്തിട്ടുണ്ട്. കുൽദീപ് യാദവ് ആണെങ്കിലും 3 ഇന്നിങ്സ് കളിച്ചിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ഇന്നിങ്സ് കളിച്ചിട്ട് 3 വിക്കറ്റും അഗേൻസ്റ്റ് CSK ആയിട്ട് കുൽദീപ് യാദവ് എടുത്തിട്ടുണ്ട്. മോഹിത് ശർമ്മയാണെങ്കിലും 15 ഇന്നിങ്സ് അഗേൻസ്റ്റ് ഈ ഒരു വെന്യൂ കളിച്ചിട്ട് 19 വിക്കറ്റും അഗേൻസ്റ്റ് CSK ആയിട്ട് 6 ഇന്നിങ്സ് കളിച്ച് 11 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. മുകേഷ് കുമാർ ആണെങ്കിലും 1 ഇന്നിങ്സ് അഗേൻസ്റ്റ് CSK ആയിട്ട് കളിച്ചിട്ട് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സ്റ്റാറ്റ്സ് എല്ലാം കീ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് മാത്രമാണ്. എല്ലാ പ്ലെയേഴ്സിൻ്റെയും ഇല്ല, ഏകദേശം 8-9 കീ പ്ലെയേഴ്സാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്ലെയേഴ്സാണ് നമ്മുടെ ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, അസ്തർ പട്ടേൽ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്. ഇവരെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുബേര ഫാൻറ്റസിയാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ മാച്ച് എടുക്കാൻ ഡൽഹി വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഗൈസ്, ഈ വീഡിയോയിൽ ഒരുപാട് പോരായ്മകളുണ്ട്, കാരണം എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യണം എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ KL രാഹുൽ, അതുപോലെ തന്നെ അഭിഷേക് പോരൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഗെയ്ക്വാഡ്, രച്ചിൻ രവീന്ദ്ര, ഫാഫ് ഡുപ്ലിസി. ദെൻ നമ്മുടെ രവീന്ദ്ര ജഡേജ, അസ്തർ പട്ടേലിനെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക്, നൂർ അഹമ്മദ്, കുൽദീപ് യാദവ്. ഞാൻ പറഞ്ഞ സ്പിന്നേഴ്സിന് ഇവിടെ ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പതിരാനെ നിങ്ങൾ കൊണ്ടുവരിക ടീമിലോട്ട്. മോഹിത് ശർമ്മയും നല്ലൊരു പിക്കാണ്, നല്ല ഇതുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. അതുപോലെ ഞാൻ നമ്മുടെ രവിചന്ദ്ര അശ്വിനും എടുത്തിട്ടുണ്ട്, കാരണം നല്ല രീതിയിൽ വിക്കറ്റ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ക്യാപ്റ്റൻസി ഞാൻ ഗെയ്ക്വാഡിനെ തന്നെ കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻസി നൂർ അഹമ്മദ്. നല്ല രീതിയിൽ വിക്കറ്റ് വരുമെന്ന് വെച്ചാൽ ഷുവറാണ്. ഓക്കെ, നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് നോക്കാം. KL രാഹുൽ, ഡുപ്ലിസി, രച്ചിൻ രവീന്ദ്ര, ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, രവിചന്ദ്ര അശ്വിൻ, അസ്തർ പട്ടേൽ, മിച്ചൽ സ്റ്റാർ, കുൽദീപ് യാദവ്, മതീഷ പതിരാന, നൂർ അഹമ്മദ്. ഇത്രയും പേരെ നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്തവരെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഈ ആപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ നമ്മുടെ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.